പവിത്രത്തിൻ്റെ രക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം തൻ്റെ റൂമിലുള്ള വിവരം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി വേദ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. വിക്രം മൂടിപ്പൊതിച്ച് കിടക്കുന്നത് കണ്ട് വേദയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ചെന്ന് നെറ്റിയിൽ തൊട്ടു നോക്കുന്നുണ്ട്. നന്നായി പൊള്ളുന്ന ചൂട്. തന്നെ വേദ ഒരു തുണിയെടുത്ത് നനച്ച് വിക്രമിൻ്റെ നെറ്റിയിലിട്ട് കൊടുക്കുന്നുണ്ട്. തണുപ്പ് തട്ടിയതും വിക്രം കണ്ണു തുറന്ന് വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വേദ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം നിനക്ക് നന്നായി പനിക്കുന്നുണ്ട്, എഴുന്നേറ്റിരിക്കെ, ഞാൻ നിന്നെ പിടിക്കാം, എന്നിട്ട് കഞ്ഞി കുടിച്ച് നമുക്ക് മെഡിസിൻ കഴിക്കാം എന്ന് പറഞ്ഞ് വേദ പതുക്കെ വിക്രമിനെ പിടിച്ചിരുത്തുന്നുണ്ട്. വേദ കൊണ്ടുവന്ന ഭക്ഷണം വിക്രമിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെയായി ഭക്ഷണം അങ്ങനെ കഴിക്കുന്ന സമയത്ത് വിക്രം വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള വേദയുടെ ഈ കെയറിങ് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് വിക്രം. ഭക്ഷണം കൊടുത്തതിന് ശേഷം മെഡിസിൻ എല്ലാം കൊടുത്ത് ഒരു ടവലെടുത്ത് വിക്രമിൻ്റെ ചുണ്ടുകളെല്ലാം തുടച്ചു കൊടുത്ത് പുതപ്പിച്ച് കിടത്തുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റതും വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ കാലിലെ മുറിവ് ഉണങ്ങാത്തത് കാരണം വിക്രമിന് നന്നായി വേദനിക്കുന്നുണ്ട്. എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, വിക്രം എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, ഞാൻ നിന്നോട് പറയുന്നതല്ലേ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. വിക്രം അത് കേൾക്കാതെ വീണ്ടും നടക്കുന്ന സമയത്ത് വീഴാനായി പോകുന്ന സമയത്ത് വേദ വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ അടുത്ത്, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ വിക്രം, നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചവിടെ ബെഡിൽ ഇരുത്തുന്നുണ്ട്. പെട്ടെന്ന് വാതിലിന് പുറത്തു നിന്നും ചേച്ചി ചേച്ചി എന്നുള്ള ദീപ്തിയുടെ വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. വേദ ഇനി എന്ത് ചെയ്യും? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രം നീ വേഗം വാഷ്റൂമിലേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് ആക്കുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ റൂമിൻ്റെ ഡോർ തുറക്കുന്നുണ്ട്. എന്ത് പറ്റി ദീപ്തിയാണെങ്കിൽ ഒന്നും നോക്കാണ്ട് അകത്തേക്ക് തള്ളി തുറന്ന് ഓടുകയാണ്. നിൽക്ക് നീ ഇത് എങ്ങോട്ടായെന്ന് പറഞ്ഞ് വേദ പിടിച്ചു നിർത്തുകയാണ്. അത് ചേച്ചി, എൻ്റെ വാഷ്റൂമിൽ എന്തോ വെള്ളം വരുന്നില്ല ചേച്ചി, എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്നാണ് ഈ പുറത്തേക്ക് പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതിനെന്താ നീ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അപ്പുറത്തെ റൂം തന്നെയല്ലേ അച്ഛൻ്റെ റൂം, നീ അങ്ങോട്ടേക്ക് പോകാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, അവിടെ അച്ഛനുണ്ട്, ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം, എനിക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടുന്നുണ്ട്. അപ്പോഴേക്കും വേദ പിറകെ ചെന്ന് പിടിക്കുന്നുണ്ട്. നിൽക്ക് ദീപ്തി, ഞാൻ പറയട്ടെ, ഞാൻ വാഷ്റൂം കഴുകാൻ വേണ്ടി അവിടെ ലിക്വിഡ് ഒഴിച്ച് വെച്ചിരിക്കുന്നു, ആസിഡ് ഒഴിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദീപ്തി കൈ കൊണ്ട് ഡോർ അങ്ങ് തുറക്കുകയാണ് വാഷ്റൂമിൻ്റെ. എന്നിട്ട് സ്മെല്ലിങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി വെറുതെ പറയില്ലേ, എനിക്ക് സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ, ആസിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം കേൾക്കാനായിട്ട്, വരേണ്ടതാണല്ലോ, ഞാൻ ആസിഡ് ഒഴിച്ചാൽ സ്മെല്ല് വരും, നീ ഒന്നുകൂടെ ഇങ്ങനെ സ്മെല്ല് പിടിച്ച് നോക്ക്, സ്മെല്ല് വരുമല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വേദ ഒരു ക്ലൂ കൊടുക്കുകയാണെന്ന്. വിക്രം അവിടെ ഇരിക്കുന്ന ആസിഡ് എടുത്ത് അവിടെ താഴെ തറയിൽ ഒഴിക്കുകയാണ്. അതിൻ്റെ സ്മെല്ല് ദീപ്തിക്ക് വരുന്നുണ്ട്. ശരിയാ ചേച്ചി പറഞ്ഞത് ശരിയാ, എനിക്ക് ഇപ്പം സ്മെല്ല് വരുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ആസിഡ് ഒഴിച്ചെന്ന് വെച്ചാൽ ഞാൻ അവിടെ കയറി ഡ്രസ്സ് മാറുന്നത് കൊണ്ട് എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നീ അവിടെ പോയി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിലത്തൊക്കെ ആവില്ലേ, നീ എന്താ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും പുറത്തു നിന്ന് പത്മം വിളിക്കുന്നുണ്ട്, മോളെ ദീപ്തി നീ ഇങ്ങോട്ടേക്ക് വന്നോ, അച്ഛൻ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കണു, നീ വേഗം ചെന്ന് വാഷ്റൂമിൽ പോയിക്കോ എന്നിങ്ങനെ വിളിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ദീപ്തി ഇതാ വരുന്നു അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. അത് കണ്ട് വേദയ്ക്ക് സമാധാനമാവുന്നുണ്ട്. വേദ വേഗം തന്നെ പോയി ഡോർ അടച്ച് കുറ്റിയിടുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം വാഷ്റൂമിൽ നിന്നും പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ അനിയത്തി വന്നപ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ടതിനു പകരം നിങ്ങൾ എന്താ അവിടെ ചെയ്തിരുന്നത്, അവൾ ഡ്രസ്സ് മാറാനായിട്ടല്ലേ അകത്തേക്ക് വന്നത്, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കാട്ടോ. അതിന് ഞാനെന്ത് വേണം, അവൾ വന്നാൽ തിരിഞ്ഞു നിൽക്കത്തില്ലേ, അവൾ വന്നതൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, നിങ്ങളെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം മനുഷ്യ എന്ന് പറയുന്ന സമയത്ത് വിക്രം വേദയെ അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട്. വേദ അവിടെ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ്. വേദ ഒരു ഗ്ലാസ് ജ്യൂസുമായി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രമിക്ക് നേരെ നീട്ടുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, വേദേ ഇന്ന് തന്നെ ഇത് എത്രാമത്തെ ഗ്ലാസ് ജ്യൂസാണ് നീ കൊണ്ടുവരുന്നത്, 8ഓ 9ഓ ഗ്ലാസ് ജ്യൂസ് ഞാനിപ്പോൾ കുടിച്ചു കഴിഞ്ഞു, എനിക്കിനിയിപ്പോൾ കുടിക്കാൻ വയ്യ, നീ അതവിടെ വെച്ചേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പറ്റത്തില്ല, ഇതിവിടെ വെച്ചാൽ ഉറുമ്പ് വരും, നീ കുടിക്കുകയില്ല,
നീ ഇത് കൈ കൊടുക്കനെ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ വിക്രമിൻ്റെ വിരലുകൾ വേദയുടെ മുറിയിൽ തട്ടുന്നുണ്ട്. കൈവിരലിലെ മുറിയിൽ തട്ടുവാണ്. അങ്ങനെ വേദ ആ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം, വേദ എന്താ ഇത്, നീ ശ്രദ്ധിക്കണ്ടേ, ഞാൻ കണ്ടില്ല, സോറി എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ പിടിച്ച് ബെഡിലിരുത്തുന്നുണ്ട്. നീ മെഡിസിൻ കഴിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് മെഡിസിൻ്റെ ബോക്സ് എടുത്ത് അതിൽ നിന്ന് മെഡിസിനും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് വിക്രം വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അത്ഭുതത്തോടെ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തൊരു സ്നേഹമാണ് നിനക്ക് എന്നോട്. ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ഒഴുകിയിട്ടേ തറയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടില്ലേ, ഞാൻ ഇതിലെങ്ങാനും വഴുക്കി വീഴുമോ എന്ന് ഞാൻ നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട്, എന്താ നിനക്കെന്നെ കാണുമ്പോൾ ഒരു കോമാളിയായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഏയ് ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല, നിൻ്റെ സ്നേഹം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതല്ലേ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ നിൻ്റെ പണി നോക്ക് വേദേ, ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ വേദ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, വിക്രം നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട, ഞാൻ പോവുക തന്നെയാണ്, എൻ്റെ വഴിക്ക് ഞാൻ പോകുന്നു, നീ എവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. രാധ വീട്ടിലേക്ക് കയറി വന്ന് ദേഷ്യത്തോടെയാണ് കയറി വരുന്നത്. അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താ അമ്മ ഇന്ന് വിക്രമിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മ പ്രശ്നമുണ്ടാക്കിയോ? എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്താ അവിടെ ഉണ്ടായത്, അവരെ നാണം കെടുത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, എന്താ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാൻ ആരെയും നാണം കെടുത്തിയിട്ടില്ല. അവനെ കാണാത്ത വിവരം നാട്ടിലെല്ലാം പാട്ടാ. ഞാനത് അവരോട് ചോദിച്ചു, അവരോടല്ലാതെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കണം, ഞാൻ അതിനുള്ള ആ മറുപടി അമ്മയ്ക്ക് തരും. അവർ പാവങ്ങളല്ലേ അമ്മേ, അവനെ കാണാത്തത് കൊണ്ട് 2-3 ദിവസമായി അവർ വളരെ വിഷമിച്ചിരിക്കുക. അതിനിടയിൽ അമ്മ കൂടി ഇങ്ങനെ വിഷമിപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, അമ്മേ രാധേ, നീ എന്താ എൻ്റെ ടെൻഷൻ മനസ്സിലാക്കാത്തത്? നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെയാ കാണാതായിരിക്കുന്നത്. എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാവോ? അവനെ പോലീസുകാർ കൊന്ന് വെള്ളത്തിൽ താഴ്ത്തിയിട്ടുണ്ടാവുമെന്ന്. അത് കേട്ടിട്ട് ഞാൻ ആകെ വിഷമത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രാധ പറയുന്നുണ്ട്, അമ്മ എന്താ വിചാരിച്ച് വിക്രമിനെ കുറിച്ച്? അവനൊരു പുലിയാ, അവനെ ആക്രമിക്കാനോ അവനെ ഇല്ലാതാക്കാനോ ആർക്കും കഴിയത്തില്ല. അവൻ എന്നെ വിവാഹം കഴിച്ച് ഞങ്ങൾ സുഖവും സന്തോഷത്തോടും കൂടി ജീവിക്കും അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം, അമ്മ വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെ അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കിടക്കാൻ നേരം വിക്രം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വേദ കയ്യിലുള്ള മുറിവ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിങ്ങനെ പറഞ്ഞ് വേദന കൊണ്ടിങ്ങനെ പൊളയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ അരികിലിരിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, അത് ഈ മുറിവിലിരിക്കുന്ന ഒട്ടിച്ച സ്റ്റിക്കർ ഉണ്ടല്ലോ വിക്രം, അതിൽ ഒട്ടിയിട്ട് എനിക്ക് വേദനിക്കുന്നു, കിട്ടുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്താ നീ പൊട്ടിയാണോ? നിൻ്റെ കയ്യിലെ മുറിവ് നീ തന്നെ ഡ്രസ്സ് ചെയ്യുന്നോ? ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവളുടെ കയ്യിൽ നിന്നും പഞ്ഞിയും മരുന്നും എല്ലാം എടുത്തുകൊണ്ട് എല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായി ചെയ്യുന്ന സമയത്ത് വേദനിക്കുന്നു വിക്രം എനിക്ക് എന്ന് പറയുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, നീ ഒന്ന് സഹിച്ച് പിടിച്ചിരിക്കുക, ഇത് ഉണങ്ങുമ്പോൾ അതെല്ലാം മാറിക്കോളും, നീ ഒന്ന് ക്ഷമിക്ക് വേദ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ നല്ല ഇതിക്കിങ്ങനെ വിക്രം മുറിവെല്ലാം കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, എന്ത് ഭംഗിയിലാണ് നീ ഡ്രസ്സ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു കമ്പൗണ്ടർ ഒഴിവുണ്ട്, അങ്ങോട്ടേക്ക് നിൻ്റെ പേര് കൊടുത്താലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തിനാ ഒന്നാക്കുന്നത്, നീ എൻ്റെ കാലിൽ ഡ്രസ്സ് ചെയ്യുമ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് 2 ആളുടെ പേരും കൂടി അവിടെ കൊടുത്തേക്ക്, അപ്പോൾ 2 ആൾക്കും ഒരുമിച്ച് പോയി ജോലി ചെയ്യാലോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് വേദ നീ എന്താ പറഞ്ഞ് എന്നും ചോദിച്ചുകൊണ്ട് വിക്രമിനെ തല്ലിയിട്ടോ. ഈ കയ്യിലെ മുറിവ് ആലോചിക്കാതെ ആ കൈ കൊണ്ട് വിക്രമിൻ്റെ പുറത്തേക്കൊന്ന് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മുറിവ് വേദനിച്ചുകൊണ്ട് വേദ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ വിക്രം അവളുടെ വേദന ഒന്ന് ക്ഷമിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് വേദയെ ഒന്നുമില്ല വേദ, അതിപ്പോൾ മാറും, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയെ പെട്ടെന്ന് തന്നെ തൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് അടുപ്പിച്ച് പിടിക്കുകയാണ്.